ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി കരോളിന്റെ വ്ലോഗ് ആയാലോ. അങ്ങനെ നമ്മുടെ വീട്ടില് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പള്ളിയിൽ നിന്ന് കരോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കരോളിന്റെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇവിടെ പങ്കുവെക്കാം. നമ്മുടെ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു കരോളിന്. എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കരോൾ വരാറുണ്ട് ഒരു പള്ളിയിൽ നിന്ന്. പല പള്ളിയിൽ നിന്നും വരാറുണ്ടെങ്കിലും നമ്മൾക്ക് പേഴ്സണലി അടുപ്പമുള്ള കുറച്ച് ആൾക്കാർ ഉള്ള പള്ളിയിൽ നിന്ന് വരുന്ന കരോളിന് നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർക്ക് നോമ്പായതുകൊണ്ട് തന്നെ അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ പറ്റത്തുള്ളൂ നമ്മളെ നേരത്തെ അറിയിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, അതിൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് കൊടുക്കാറ്. അതേപോലെ ചിലപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങിയത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് കുറേ വർഷമായിട്ട് അവർ ഇങ്ങോട്ട് തന്നെ പറയാറുണ്ട് ഇഡ്ഡലിയും സാമ്പാറും മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളങ്ങനെ ഇഡ്ഡലിയും സാമ്പാറിൻ്റെയും കോമ്പിനേഷനാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ, അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. പിന്നെ പള്ളിയിലച്ഛനും എല്ലാവരും വരും. ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അത് അവർ വരുന്ന ദിവസം. അതുപോലെ തന്നെ അവർ വന്നതിന് ശേഷം അങ്ങനെ അവർ എല്ലാവരും വന്നു. പള്ളിയിൽ അച്ഛനും വരും കേട്ടോ, പള്ളിയിൽ അച്ഛൻ വരും, ബ്ലെസ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മളങ്ങനെ കരോളിന് വേണ്ടിയിട്ട് രാത്രിയിൽ വെയിറ്റ് ചെയ്തിരുന്ന് കരോൾ വന്നു. കൺമണിയെ എടുക്കാൻ നോക്കുവാണ് അച്ഛൻ വന്നിട്ട്. അവൾ ആരുടെയും കയ്യിൽ പോവാറില്ല. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അച്ഛൻ കുറച്ചു നേരം അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അവളെ എടുത്തു കേട്ടോ. പിന്നെ അവളുടെ കവളിൽ തൊടാൻ വരുന്ന പിള്ളേരെ അച്ഛൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കവളിൽ തൊടാൻ പാടില്ല കുഞ്ഞു പിള്ളേരുടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവരെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ അച്ഛൻ നൈസായിട്ട് സോപ്പിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സമയം അച്ഛൻ്റെ കയ്യിലിരുന്നാണ് കേട്ടോ അവള് പാട്ടും കരോളും എല്ലാം കണ്ടത്. അങ്ങനെ പരിപാടി വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കരോളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ വിളിച്ച് ചൊല്ലി നമ്മളെ ബ്ലെസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് അവർ നന്ദിയൊക്കെ പറഞ്ഞിട്ട് മെല്ലെ നമ്മുടെ വീട്ടിൽ നിന്ന് അവർ പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു ആൻഡ് ഹാപ്പി ക്രിസ്മസ്.